കൊടകര കുഴൽപ്പണ കേസിൽ ഇഡിയോട് വിശദീകരണം തേടി ഹൈക്കോടതി. കൊടകര കേസിലെ സാക്ഷിയായ സന്തോഷാണ് ഹർജി നൽകിയത്. 3 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇതിപ്പോൾ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇഡി എന്തുകൊണ്ട് ഇഡിയോട് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊരു കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടുമോ? ഇന്ന് കോടതി നടപടികൾ അധികം നീണ്ടില്ല. ഈ ഹർജി പരിഗണിച്ച ഉടൻ തന്നെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇഡിയോട് ഇതിൽ വിശദീകരണം നൽകണമെന്ന് കോടതി വ്യക്തമാക്കി. ഇതിനിടയിൽ ഇഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ആ അന്വേഷണം എവിടെ വരെ എത്തിയെന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയ ശേഷം കോടതിയെ അറിയിക്കാമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കോടതി 3 ആഴ്ചത്തെ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുവദിച്ചിരിക്കുന്നത്. ഈ കേസിൽ എതിർകക്ഷികളായ ഇൻകം ടാക്സിനും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനും കൂടി ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കാരണം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇഡിക്ക് പുറമെ ഐടിക്കും നൽകിയിരുന്നു. കാരണം ഇതിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. 40 കോടി 40 ലക്ഷം രൂപയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലേക്ക് എത്തിയെന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ BJPക്ക് വേണ്ടി എത്തിച്ചതാണെന്ന് കൂടി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ കൂടി കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനി ഈ ബന്ധപ്പെട്ടവരുടെ എല്ലാം നിലപാട് 3 ആഴ്ചക്കകം കോടതി അറിയിക്കണം. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കോടതി പോവുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടകര കേസിലെ 50ാം സാക്ഷിയായ സന്തോഷാണ് ഹൈക്കോടതിയിലെത്തി ഈ അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇഡി അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നും കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്.